ശ്വേതശ്വതരോപനിഷത്തില് കൃഷ്ണ യജുർവേദത്തില് 4:20 പറയുന്നത്, അവിടുത്തെ രൂപം കൺമുന്നിൽ കാണാൻ കഴിയുന്നതല്ല. ആർക്കും അവിടുത്തെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് കാണാനും കഴിയില്ല. ഹൃദയവും ബുദ്ധി കൊണ്ട് മാത്രമേ ആ പരമശക്തിയെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ സൃഷ്ടാവിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയുക? ഒരിക്കലും കാണാൻ കഴിയൂല. കാരണം നമുക്ക് നമ്മളെ ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും മാത്രമേ നമുക്ക് സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സൃഷ്ടാവ് ആത്മാവായതുകൊണ്ട് തന്നെ നമുക്ക് സൃഷ്ടാവിനെ കാണാൻ സാധിക്കില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ആത്മാവായി മാറുന്ന സമയത്ത് നമുക്ക് നമ്മൾ സൃഷ്ടാവിനെ കാണാൻ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഹൃദയം കൊണ്ട് ബുദ്ധി കൊണ്ട് എങ്ങനെ നമുക്ക് സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ കഴിയും? ഹൃദയത്തെ ചലിപ്പിക്കുന്നത് സൃഷ്ടാവാണ്. അപ്പൊ നമുക്ക് സൃഷ്ടാവിന്റെ സാമീപ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം നമ്മളെ ജീവൻ നിലനിർത്തുന്നത് സൃഷ്ടാവാണ്. അതിലുപരി സൃഷ്ടാവ് നമ്മളെ വലയം ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് സൃഷ്ടാവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെ ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ സൃഷ്ടാവിനെ മനസ്സിലാക്കേണ്ടത് ഖുറാനിലൂടെയോ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലൂടെയോ ഇനിയിപ്പോ വേദങ്ങളിലൂടെയോ ബൈബിളിലൂടെയോ ഒന്നുമല്ല. നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ സൃഷ്ടാവിനെ കണ്ടെത്താൻ കഴിയും. ഇപ്പൊ നമുക്കൊരു അപകടം സംഭവിച്ചു, നമ്മളെ രക്ഷിക്കാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൃഷ്ടാവ് നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. നമ്മളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നമ്മളെ സംരക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സെക്കൻഡ് മനുഷ്യരെ അള്ളാഹു നിയോഗിക്കുന്നത്. ഇതൊക്കെ സൃഷ്ടാവിന്റെ സാമീപ്യമാണ്. അതൊക്കെ നമുക്ക് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മളെ വിഷമം നമ്മൾ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഒരു സമയം നമുക്കത് മാറ്റി തരുന്നുണ്ടെങ്കിൽ അത് സൃഷ്ടാവ് കണ്ടത് കൊണ്ടും അറിഞ്ഞത് കൊണ്ടാണ് നമുക്കത് മാറ്റി തരുന്നത്. അതിലൂടെ സൃഷ്ടാവിന്റെ ആ ഒരു സാമീപ്യം നമുക്ക് അവിടെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നമ്മളെ ജീവിതത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഒന്നാണ്. അപ്പോഴാണ് നമുക്ക് സൃഷ്ടാവിന്റെ സ്നേഹം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു, അതേ സാഹചര്യത്തിൽ ഒരു പക്ഷെ ആ വ്യക്തിയെ ശിക്ഷിക്കാൻ സൃഷ്ടാവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുന്നിൽ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ആലോചിക്കും ഇതിനുള്ള ശിക്ഷയാണ് ദൈവം കൊടുത്തതാണ് എന്നൊക്കെ. ഇതൊക്കെ സൃഷ്ടാവിന്റെ ഇടപെടൽ തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കണം എങ്ങനെ? ബുദ്ധി കൊണ്ടും നമ്മളെ ഹൃദയം കൊണ്ടും ചിന്ത കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ സൃഷ്ടാവിനെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. അതിലുപരി നമുക്ക് വേറെ രീതിയിലൊക്കെ സൃഷ്ടാവിനെ മനസ്സിലാക്കാനുള്ള വഴികളുണ്ട്. ഇപ്പൊ സ്വപ്നങ്ങളിലൂടെ നമുക്ക് സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് വരാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണിച്ചു തരുമ്പോൾ അത് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ഇതെന്റെ റബ്ബ് എനിക്ക് സൂചന തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ സൃഷ്ടാവിന്റെ സാമീപ്യം തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോ വിശുദ്ധ ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിലൂടെ ദൈവത്തിനെ മനസ്സിലാക്കിയ ഒരാൾക്കും യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയാൽ മാത്രം അത് ഉപകാരം ചെയ്യുള്ളൂ. അങ്ങനെ യഥാർത്ഥ സൃഷ്ടാവിനെ തൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയാത്ത പലരുമാണ് ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്നേ നഷ്ടപ്പെട്ടു പോകുന്നത്. എൻ്റെ ലൈഫിലൂടെ ഞാൻ ഒരുപാട് 100% 100% ഞാൻ എൻ്റെ റബ്ബിനെ വിശ്വസിക്കുന്നുണ്ട്. അത് സ്വപ്നങ്ങളിലൂടെ ആവട്ടെ, ജീവിതത്തിലൂടെ ആവട്ടെ, ഗ്രന്ഥങ്ങളിലൂടെ ആവട്ടെ. ഒരു ശക്തിക്കും എൻ്റെ വിശ്വാസത്തെ മാറ്റിക്കളയാനും സാധിക്കൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ അനുഭവം എനിക്കേ അറിയുള്ളൂ. എൻ്റെ വിശ്വാസം അത് എനിക്ക്